ഈ രതീഷിൻ്റെ പുറത്താക്കലിന് ശേഷം ഏഷ്യാനെറ്റിൽ ഒരു റിവ്യൂ വീഡിയോ ഇട്ടിരുന്നു. അത് രതീഷിൻ്റെ പുറത്താക്കലിൻ്റെ ആ കാരണങ്ങളൊക്കെ വിശദീകരിച്ച് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യുന്നത്. താനാണ് വീട്ടിലെ ഹീറോ എന്നും വില്ലൻ എന്നുമെല്ലാം സ്വയം അവകാശപ്പെട്ടിരുന്ന രതീഷ് ഒരാഴ്ച മാത്രം പിന്നിടുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പടിയിറങ്ങുകയാണ്. ആളുകളെ ഇറിറ്റേറ്റ് ചെയ്തും ഡിസ്റെസ്പെക്ട്ഫുള്ളായും ടോക്സിക്കായും പെരുമാറിയും ഒക്കെ ഉണ്ടാക്കുന്ന അറ്റൻഷന് ആയുസ് കുറവാണെന്ന പാഠമാണ് രതീഷ് ഇപ്പോഴുള്ള BB മത്സരാർത്ഥികൾക്കും ഇനി വരുന്ന BB മത്സരാർത്ഥികൾക്കും നൽകുന്നത്. അതെ, ബിഗ് ബോസ് കളി ശരിക്കും മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4-5 സീസണുകളിലായിട്ട് ഇങ്ങനെ പരുക്കൻ രീതിയിൽ വളരെ ടോക്സിക് ആയിട്ട് വയലൻ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ഹീറോ വില്ലൻ പരിവേഷങ്ങൾ വെറുപ്പിക്കൽ സ്ട്രാറ്റജിയോടെ കളിക്കുന്ന ആളുകളെ വിജയികളാക്കുകയും അവരൊക്കെ ഒരു ഹീറോ പരിവേഷം പ്രേക്ഷകർ കൊടുക്കുകയും ചെയ്യുന്ന ആ രീതിയിൽ മാറ്റം വരുത്താനാണ് ബിഗ് ബോസ് ഇവിടെ ശ്രമിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രേക്ഷക പിന്തുണയുണ്ടായിട്ടും ആദ്യ ആഴ്ച തന്നെ അപ്രതീക്ഷിതമായി പുറത്താക്കപ്പെട്ട രതീഷ് കുമാർ ബിഗ് ബോസ് തന്നെ നിയോഗിച്ച ഒരു അപരനാണോ, ഒരു ടെസ്റ്റ് പ്ലെയർ ആണോ, ഒരു ഡമ്മി പ്ലെയർ ആണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അതിന് സാഹചര്യ തെളിവുകൾ ഇഷ്ടം പോലെ തന്നെയുണ്ട്. രതീഷ് കുമാർ വന്ന ആദ്യ ആഴ്ച മൊത്തം അവിടെ ഒരു ഇറിറ്റേറ്റിംഗ് നെഗറ്റീവ് ഗെയിം പ്ലാനാണ് കളിച്ചത്. ഒരു സാധാരണ ഒരു മത്സരാർത്ഥി 10-50 ദിവസം എടുത്ത് കളിക്കുന്ന ഒരു രീതിയിലുള്ള ഗെയിം ഒരാഴ്ച കൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും എല്ലാം ഉണ്ടാക്കി വെറുപ്പിക്കൽ സ്ട്രാറ്റജിയും ചൊറിയുന്ന ഒരു മെൻറ്റാലിറ്റിയും ഒക്കെ ആയിട്ട് വളരെ അഗ്രസീവായിട്ട് അവിടെ ഷോ കാണിച്ച് കളിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം ബിഗ് ബോസ് തുടക്കം മുതൽ തന്നെ പ്രേക്ഷകർക്കും കളിക്കാർക്കും ഒരു വ്യക്തമായ ഒരു സന്ദേശവും വാണിങ്ങും കൊടുക്കാൻ വേണ്ടി രതീഷ് എന്ന ഒരു പ്ലെയറിനെ അവിടേക്ക് നിയോഗിച്ച് പറഞ്ഞു വിട്ടതാണ് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അതായത് ഈ പ്രാവശ്യം ഇങ്ങനെ റൂഡായിട്ട് വളരെ ഇങ്ങനെ ആക്രമിച്ച് അനാവശ്യമായി പ്രശ്നങ്ങളുണ്ടാക്കി വെറുപ്പിക്കൽ സ്ട്രാറ്റജിയും ഒരു ചട്ടമ്പി സ്റ്റൈൽ ഗാങ്സ്റ്റർ രീതിയിൽ ബഹളവും ഒച്ചയും ഉണ്ടാക്കി ഇങ്ങനെ ആറാടി കളിച്ചാൽ ഉറപ്പായും അത് തിരിച്ചടിക്കും എന്ന ഒരു സന്ദേശമാണ് ഇവിടെ ഇതിൽ നിന്ന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. എവിക്റ്റ് ആയതിനു ശേഷം രതീഷിൻ്റെ ആ പ്രതികരണവും ഭാവപ്രകടനങ്ങളും അഭിപ്രായ രീതികളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് സംശയങ്ങൾ ഉറപ്പായും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു പ്ലെയറിന് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ശരിക്കും ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ രതീഷ് എന്ന ഈ പ്ലെയർ ശരിക്കും ബിഗ് ബോസിൽ കയറി കളിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു പോയതിന് പിന്നിൽ ഇങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.